ചേർത്തല അക്ഷരജ്വാല കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ കലാസാഹിത്യ സംഗമവും പുസ്തക ചർച്ചയും സംഘടിപ്പിച്ചു. ചേർത്തല NSS യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി മണ്ണഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ PG മധു ഉദ്ഘാടനം ചെയ്തു. ചേർത്തല അക്ഷരജ്വാല കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ 62ാമത് പ്രതിമാസ കലാസാഹിത്യ സംഗമവും പുസ്തക ചർച്ചയും സംഘടിപ്പിച്ചു. കവയത്രി ഓമന തിരുവഴി എഴുതിയ മയിലാടും കുന്നിലെ മഞ്ഞുതുള്ളികൾ എന്ന പുസ്തകം വിനയകുമാർ തുറവൂർ പരിചയപ്പെടുത്തി. NSS യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മണ്ണഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ PG മധു ഉദ്ഘാടനം ചെയ്തു. മറ്റെന്ത് മീറ്റിംഗ് ആയാലും അതിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരുന്നവരായിരിക്കും. പക്ഷേ ഈ മീറ്റിംഗ് അങ്ങനെയല്ല. ഇത് ഇഷ്ടപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഇതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സാഹിത്യത്തോട് ബന്ധമുള്ള സ്നേഹിക്കുന്ന അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന നല്ല സുശക്തമായ മനസ്സിൻ്റെ ഉടമകളാണ് നിങ്ങളെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അക്ഷരങ്ങൾ രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ ഏറ്റവും ലോലമായ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയും വേണമെങ്കിൽ നമുക്ക് സ്പാർക്കായിട്ട് കത്തിക്കുന്നതിന് വേണ്ടിയും അക്ഷരങ്ങളെ ഉപയോഗിക്കും. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ചിന്തകളെയും സ്വഭാവത്തെയും ആശ്രയിച്ചിരിക്കും. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് കുറച്ചുകൂടി നമ്മൾ നമ്മുടെ ഈ സാഹിത്യവേദിയുടെ ജ്വാല യുവാക്കളിലേക്ക് അല്ലെങ്കിൽ യുവതലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞങ്ങൾ നിരവധി പ്രശ്നങ്ങളാണ് നേരിടുന്നത്. വ്യക്തിജീവിതം, കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് വളരെ കുറച്ച് മാത്രം കിട്ടുന്ന, കുടുംബജീവിതത്തിലെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ കിട്ടുന്നത് വളരെ കുറച്ച് മാത്രം സമയമാണ്. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു 7:30 മണിക്ക് അല്ലെങ്കിൽ 7:45 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ രാത്രി പോകുമ്പോൾ 9 മണിയാണ്. രാവിലെ തൊട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെല്ലുമ്പോൾ ഒരുപക്ഷെ ലോകകപ്പിൽ ഒരു 3-4 പേരുണ്ടാവും. അത് മിക്കവാറും തലേ ദിവസം ഭാര്യയെ ഉപദ്രവിച്ചിട്ട്, മദ്യപിച്ച് ഉപദ്രവിച്ചിട്ട് അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട് ഉപദ്രവിച്ചിട്ട് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നവരായിരിക്കാം. ഇല്ലെങ്കിൽ കുറച്ച് സ്ത്രീകളുണ്ടാവും രാത്രികാലം മുഴുവൻ ഉറക്ക വിളച്ചിരുന്നിട്ട് ഭർത്താവിൻ്റെ പീഡനങ്ങൾക്കോ അല്ലെങ്കിൽ മദ്യപാന്മാരുടെ പീഡനങ്ങൾക്കോ ഒക്കെ പീഡനം സഹിച്ച് ഉറക്കം വിളച്ച് രാവിലെ വന്ന് നമ്മളോട് വേവലാതി പറയാൻ അല്ലെങ്കിൽ വിഷമം പറയാൻ കാത്തിരിക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ടാവും. രാവിലെ മുതൽ ഫുൾ നെഗറ്റീവാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ഫുൾ നെഗറ്റീവാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. വരുന്നത് ആരും ചിരിച്ചുകൊണ്ട് വരുന്ന മുഖത്തോടു കൂടിയുള്ളവരാരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ പോകും, നമ്മൾ ഹാർഡായിമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ രീതിയിലൊക്കെ ചെറിയ വരികളൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഡയറിയിലൊക്കെ എഴുതുമായിരുന്നു. പക്ഷെ ഒന്നും പുറത്ത് കാണിക്കത്തില്ല. കാര്യം പുറത്ത് കാണിക്കാനൊരു ജാള്യത നമ്മളൊന്നും അത് ഒന്നുകിൽ നശിപ്പിച്ചു കളയും. പ്രസിഡന്റ് ശർമിള ശെൽവരാജ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ പ്രൊഫസർ PV നടരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി PS സുഗന്ധപ്പൻ, ഷാജി മഞ്ചേരി, മധുസൂദനൻ, മീനാക്ഷിയമ്മ എന്നിവർ സംസാരിച്ചു.